എല്ലാ മാന്യപ്രേക്ഷകർക്കും ടാരോ റീഡിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും ശരിയാവണോ എന്നില്ല. ഇത് ഒരു ടൈംലെസ് റീഡിംഗ് കൂടിയാണ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എപ്പോൾ എത്തുന്നു അത് ഇപ്പോൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവും. ഈ റീഡിംഗ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് താങ്ക് യു യൂണിവേഴ്സ് എന്നൊന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. ഇനി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ നിങ്ങളുടെ ഫുൾ എനർജി ഇതിലേക്ക് ക്ലെയിം ചെയ്യുക. ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഒന്ന് ദൈവത്തിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. ഇന്ന് സൺഡേ ആണല്ലോ, അപ്പം ഇന്നൊരു നല്ല ദിവസത്തിൻ്റെ തുടക്കമാണ്. അപ്പം ഈ ആഴ്ച നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ. ഈ വീക്കിൽ, അതായത് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സ്, അതായത് ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് എന്ത് മെസ്സേജാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? പ്ലീസ് യൂണിവേഴ്സ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. പ്രപഞ്ചം എന്ത് മെസ്സേജാണ് ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് നൽകാൻ ഉദ്ദേശിക്കുന്നത്? പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്, ഹെൽപ്പ് മീ യൂണിവേഴ്സ്, ഹെൽപ്പ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സ് എന്നോട് മനസ്സിൽ പറയുന്നത് ഈ കാർഡ് എടുക്കാനാണ് കേട്ടോ. ഈ കാർഡ് എന്ന് പറയുന്നത് ഒരു ലക്കിയസ്റ്റ് കാർഡാണ്. ടാരോട്ട് കാർഡിലേക്ക് ഏറ്റവും ബെസ്റ്റ് കാർഡാണിത്. ദി വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് വെച്ചാൽ ഭാഗ്യചക്രം. ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് കേട്ടോ ഈ കാർഡ്. നല്ലതായിരിക്കാം, വെല്ലുവിളിയായിരിക്കാം, പക്ഷേ അത് ഒരു വിധിയുടെ ഭാഗമാണ്. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കരിയർ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മാറ്റം വരുത്താൻ ഇപ്പോൾ നല്ല സമയമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരാൻ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കാൻ ഗൂഢാലോചന നടത്തുന്നു എന്നാണ് ഈ ഒരു കാർഡ് എന്ന് വെച്ചാൽ ഈ വീൽ ഓഫ് ഫോർച്യൂൺ സൂചിപ്പിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തും നേടാനുള്ള സമയമാണിത്. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സന്തോഷവും ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സന്തോഷവാനും സ്ഥിരതയുള്ളവനുമാണെങ്കിൽ ഫോർച്യൂൺ വീൽ, ഈ വീൽ ഓഫ് ഫോർച്യൂൺ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചകമാകാം. അപ്പോൾ ഈ മാറ്റങ്ങൾ നിങ്ങൾ വെല്ലുവിളി നിറഞ്ഞതാണെങ്കിൽ പോലും അവ ഒടുവിൽ വലുതും മികച്ചതുമായ കാര്യങ്ങളിലേക്ക് നയിക്കും. അതിനാൽ മാറ്റത്തെ സ്വീകരിച്ച് കഴിയുന്നത്ര ഒഴുക്കിനൊപ്പം പോകാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു നല്ല ഒരു മുന്നോട്ടുള്ള യാത്ര, ഒരു നല്ല ഒരു മാറ്റം ഇത് സുചിപ്പിക്കുന്നത്. അത് നല്ല വിജയകരമായ ഒരു പാതയിലേക്കാണ് നിങ്ങളെ ഈ മാറ്റം നയിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുമായി പോരാടുകയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ആരോഗ്യ പ്രശ്നമായി പോരാടുന്ന ആരെങ്കിലും ആണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചക്രം നിങ്ങൾക്ക് അനുകൂലമായി തിരിയാൻ തുടങ്ങിയേക്കാം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു ദിവസമാണ് ഈ പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നു. അപ്രതീക്ഷിതമായ പല അവസരങ്ങളും വന്നു ചേരും. പിന്നെ ജീവിതത്തിൽ പുതിയ ഘട്ടം, പിന്നെ കർമ്മഫലമൊന്നുമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരാൾക്ക് നല്ലത് ചെയ്തെന്ന് വെച്ചോ, ഒരു സഹായമോ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ച് അയാളുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്കത് തിരിച്ചു കിട്ടണമെന്നില്ല. പക്ഷെ മറ്റൊരു തരത്തിൽ നമുക്കത് യൂണിവേഴ്സ് നമുക്കത് മറ്റൊരു തരത്തിൽ തിരിച്ചു തരും. അതാണ് കർമ്മഫലമേ. അത് ഈ വീൽ ഓഫ് ഫോർച്യൂൺ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വിധി എപ്പോഴും നിങ്ങളുടെ പക്ഷത്താണ്. ഇപ്പം നമ്മൾ എൻ്റെ വിധി ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനൊഴുക്കിനൊഴുത്ത് പോകാതെ നമ്മളുടെ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നല്ലതുപോലെ എന്ന് വെച്ചാൽ പ്രയത്നിച്ചാലോ പ്രപഞ്ചം, അതായത് യൂണിവേഴ്സ് നമ്മളുടെ കൂടെ ഉണ്ട്. നമുക്ക് നമ്മളെ സഹായിക്കാൻ യൂണിവേഴ്സിനെ വിചാരിച്ച് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്താലും എന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യബോധത്തോടെ, അതായത് കൺസിസ്റ്റൻസി. ഇപ്പം നമുക്ക് ഒരു പരാജയം വന്നു എന്ന് കരുതി നമ്മൾ അതിൽ ദുഃഖിച്ചിരിക്കാതെ വീണ്ടും അതിനെ തുടർന്ന് നമ്മൾ അതിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ യൂണിവേഴ്സും ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബന്ധത്തിൽ അപ്രതീക്ഷിത മാറ്റം കാണുന്നുണ്ട്. പിന്നെ പഴയ ബന്ധം വീണ്ടും തുടങ്ങാം. പിന്നെ വിധി നിശ്ചയമായ ബന്ധമാണ് ഇത് കാണുന്നത്. പിന്നെ ജീവിതം ഒരു ചക്രമാണ്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം സ്ഥിരതയല്ല. എന്ന് വെച്ചാൽ എല്ലാം സ്ഥിരമല്ല. എപ്പോഴും നമുക്ക് സുഖം മാത്രമല്ല, ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും അർത്ഥമുണ്ട് അല്ലേ? അതാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉയർച്ചയും വരാം, താഴ്ചയും വരാം. പക്ഷേ താഴ്ച വരുമ്പോൾ നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പ്രവർത്തിക്കുകയും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. അപ്പം
അതിന് നമ്മുടെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി യൂണിവേഴ്സ് നമ്മളെ സഹായിക്കും എന്നാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിച്ചാലും അതൊരു പോസിറ്റീവ് മൈൻഡോട് കൂടി വേണം അതിനെ നേരിടാൻ. എന്ന് വെച്ചാൽ നമുക്കതിന് കഴിയും, നമ്മൾക്കത് നേടാൻ കഴിയും എന്നുള്ളൊരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കും. കാരണം യൂണിവേഴ്സ് നമ്മളെ, അതായത് പ്രപഞ്ചം നമ്മളെ അതിന് സഹായിക്കും. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ റീഡിങ് ഇവിടെ നിർത്തുകയാണ്. ഈ എനർജി ക്ലെയിം ചെയ്യണമെങ്കിൽ, ഈ എനർജി നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ശരി, ഓക്കേ, താങ്ക് യു.